ഏതു അപ്പൊ ഹാപ്പി അല്ലേ? ഹൈഫൈ ഹൈഫൈ പോവാം. ചേക്ക ഇപ്പത്തെ കാലത്തൊക്കെ സിനിമയിലല്ലേ കാണുള്ളൂ. Just see how lucky we are. We are driving. We are on the way to Dharamshala. റോഡിൽ നമ്മള് റോഡ് ട്രിപ്പിനിടയിൽ വേദമോനെ ഇങ്ങനെ മടിയിലിരുത്തി സെർലാക്കൊക്കെ കൊടുക്കുന്നത്. പാടൊന്നും കൂടെ ഒറ്റ തവണ അത് കേട്ടവർക്ക് ഭാഗ്യം. 54 തവണ ഈ ഫോർട്ട് ക്യാപ്ചർ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല. ലാസ്റ്റ് അക്ബറിന്റെ മോൻ ജഹാംഗീർ ഇത് ക്യാപ്ചർ ചെയ്തു. കിണറിൽ നിധി ഉണ്ടെന്നാ പറയുന്നത്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു ശതമാനം നമുക്കാ. അങ്ങനെ നമ്മുടെ അനുഷ്ക ഷെട്ടിനെ പോലെ ഞാൻ അനുഷ്ക ഷെട്ടിയാണ്. അത് കുറച്ച് കൂടിപ്പോയില്ലേ? ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് എക്സ്ട്രീംലി കോൾഡ് ഇൻ കുല്ലു. ഇന്നലെ മഴ പെയ്തു, ഭയങ്കരമായിട്ട് തണുത്തു. ഞങ്ങൾ ധർമ്മശാലയിൽ പോവാണ്. അതിനുമ്പ് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, എൻ്റെ അടിപൊളി ഒരു ജീൻസ് ഉണ്ടായിരുന്നേ, കീറിപ്പോയി, അടിയിൽ നിന്ന് കീറിപ്പോയി. എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ വേറെ കടയൊന്നും ഇല്ല. അപ്പോൾ കീറിയ ജീൻസ് ഇട്ട് ധർമ്മശാല വരെ പോകേണ്ടി വരും. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണം. രണ്ടാമത് നമ്മുടെ പാക്കിംഗ് സാധനം കൊണ്ടയക്കണം. ഓക്കെ, ഇത് രണ്ടുമാണ് മോർണിംഗ് ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് ധർമ്മശാലയിൽ പോകുന്നതായിരിക്കും. കണ്ട മിസ്റ്റൊക്കെ കണ്ട, സോ ബ്യൂട്ടിഫുൾ. നോ, സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് സോ കോൾഡ്. അറൗണ്ട് മോർണിംഗ് ഞാൻ വിചാരിച്ചൊരു 25-26 ഒക്കെ ആയിരിക്കും. ഇന്ന് മോർണിംഗ് ഇസ് അറൗണ്ട് 14 degrees. സോ ഇറ്റ്സ് വെരി കോൾഡ്. അപ്പോൾ എന്നോട് ഹോട്ടലിലെ സ്റ്റാഫ് വരാമെന്ന് പറഞ്ഞു. വണ്ടി എടുക്കണ്ടെന്ന്. ഈ റിസോർട്ടിൽ എനിക്ക് കിട്ടിയ സർവീസസ് അൺപാരൽ. ചെറിയൊരു സാധാരണ റിസോർട്ടാണ്. ഗുഡ് റൂംസ്, ഫുഡ്, സർവീസ് ഇതുപോലെ കണ്ട. എന്നോട് പറഞ്ഞ വണ്ടി എടുക്കണേ, ഞങ്ങൾ സ്കൂട്ടറിൽ കൊണ്ടുവരാമെന്ന്. അൺകണ്ടീഷണലി ദേ ഹെൽപ്പിംഗ് മീ. സോ ഇറ്റ്സ് been amazing. When people help you unconditionally, you feel amazing. Okay, അപ്പോൾ നേരെ നമുക്ക് ഇതൊക്കെ കൊണ്ട് പാർസൽ അയച്ചിട്ട് റൂമിൽ വന്ന് ഡ്രസ്സ് ചെയ്തിട്ട് നേരെ ധർമ്മശാല. ഡാഡി, അപ്പം ഞാൻ പാർസലൊക്കെ അയച്ചു. 18 കിലോ 501 രൂപയേ ഉള്ളൂ. വളരെ ലാഭമാണ്. അപ്പൊ നമുക്ക് അയ്യോ, 1 കിലോയ്ക്ക് 1000 രൂപ 2000 രൂപ അങ്ങനെ കണ്ടൊക്കെയാന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് അയച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പൊ നീക്ക് ഭയങ്കര ധൈര്യം ഷോപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് പുക പോകാൻ കാണാൻ പറ്റുന്നോണ്ട് അറിയില്ല. കാറിന്റെ അകത്താണെങ്കിലും ഹീറ്റർ ഒന്നും ഇട്ടിട്ടില്ല. അറൌണ്ട് 9 degrees ആണ്. ഞാനും ഡാഡിയും പ്രിയ ഒക്കെ സ്വെറ്റർ ഇട്ടിരിക്കുകയാണ്. വേദുവിന് സ്വെറ്ററും വേണ്ട, ഒന്നും വേണ്ട. തണുക്കൊന്നുമില്ല കേട്ടോ, വിറയ്ക്കുന്നൊന്നുമില്ല. ആ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതാ പറഞ്ഞ കോൾഡ് ബേബിയാണ് വേദു. എവിടെ കണ്ട? പ്രിയക്ക് നല്ല തണുപ്പില്ലേ? വേദുവിന് ഒന്നും വേണ്ട. അതാണ് വേദു മോൻ വെറും ഒരു ടീഷർട്ടും ജീൻസും. ഈ കാഴ്ചയൊക്കെ നിങ്ങൾ ഇപ്പത്തെ കാലത്തൊക്കെ സിനിമയിലല്ലേ കാണുള്ളൂ. Just see how lucky we are. We are driving. We are on the way to Dharamshala and just see this beauty. Oh, full fogum. Beautiful. There ഒന്നും പറയില്ല. Beautiful and we are so lucky. Priya, how beautiful is this? How beautiful is this? Won't you miss Himachal? This is called heaven. Priya, എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് അറിയോ? ഈ ഒരു foggy mountains in the morning. അതും മാർച്ച് മാസത്തിൽ. It is so cold. It is so beautiful. We are feeling so happy and blessed again. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ നിർത്തിയേ പോവുള്ളൂ. ഇതൊക്കെ നോക്ക്, ഇപ്പം മഴയും പെയ്യാൻ പോവാണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇടിവെട്ടുന്നുണ്ട്. ഞാൻ വേഗം കാറിനകത്ത് കയറട്ടെ. നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്. അതുകൂടാതെ നമ്മുടെ ഗ്ലാസ്സിൽ കണ്ട സ്നോ അല്ല, ഐസാണ് വീഴുന്നത്. ഇറ്റ്സ് ലൈക്ക് സ്മോൾ ഹെയിൽസ് ആണ്, ഹെയിൽ സ്റ്റോൺ പോലെ. അപ്പൊ നമ്മള് പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് വേദനിക്കും. ഇത് ചെറുതല്ല, ഇതിന്റെ വലുത് വീണ എനിക്കും. പക്ഷെ ഡ്രൈവിംഗ് കുറച്ച് പാടാണ്. കാരണം മഴയാണ്, റോഡും അറിയില്ല, മിസ്റ്റുമാണ്, ഒന്നും കാണുന്നില്ല. കുറച്ച് പാടാണ്. ഹെയർ പിന്നും ആണ്. പതുക്കെ പോയാ മതി. എനിക്ക് പേടിയായിട്ട് വയ്യ കണ്ടിട്ട്. സൈഡിലൊക്കെ നോക്ക്. സൈഡിലാണെങ്കിൽ ഞാൻ ഗ്ലാസ് തുറന്ന് കാണിച്ചുതരാം. നിങ്ങൾ ഒരുപാട് പേര് കാണുന്നവർ വിചാരിക്കല്ലേ ഇത് എളുപ്പമാണ്, എന്തൊരു ലൈഫ് അവരുടെ ഫുൾ ട്രാവലിംഗ് ആണ്. ഞാൻ പറയട്ടെ, ഇറ്റ്സ് റിയലി ഹാർഡ് കേട്ടോ. പക്ഷേ കാരണം നമ്മളിപ്പം ഏകദേശം ട്രിപ്പ് കഴിയുമ്പോൾ 2000 kilometer ഡ്രൈവിംഗ് ആയിരിക്കും ഓൺ റോഡ്. ഫ്ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് വേറെ.
അത് വേദുവിനെ വെച്ച് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ലോഡ് ഓഫ് ഹാർഡ് വർക്ക്. നമ്മുടെ സ്വന്തം ബിസിനസ്സുകളുണ്ട്, അത് മാനേജ് ചെയ്യണം. അല്ലേ ട്രാവലിങ്ങിൻ്റെ ഇടയിലല്ലേ. ഇറ്റ്സ് എ ലോഡ് ഓഫ് ഹാർഡ് വർക്ക്, ബട്ട് വി എൻജോയിങ് ഇറ്റ്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത്ര ആത്മാർത്ഥത ഇവിടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലഞ്ച് ടൈമായി. പക്ഷേ 3 മണിയായിട്ട് നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റുന്നില്ല, കാരണം വേദു ഉറങ്ങും. അപ്പോൾ വേദു ഉറങ്ങുമ്പോഴാണ് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മൾ മന്തി എന്ന് പറഞ്ഞൊരു ടൗൺ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2.5 hours കാണും ധർമ്മശാല. അതിൻ്റെ ഇടയ്ക്ക് പാലംപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ എന്തായാലും നിർത്തും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ബെസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയ ഫുഡ് സേഫസ്റ്റ് ഓപ്ഷൻ മാഗിയാണ്, അൺലെസ് ഇറ്റ്സ് എ വെരി ഗുഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ മാഗി ആകുമ്പോൾ അങ്ങനെ വയറ്റിന് കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ വിത്ത് മാഗി വിത്ത് നേച്ചർ എന്നുള്ളൊരു തീമിൽ ഇന്നത്തെ ലഞ്ച് അവസാനിപ്പിക്കുക. കാരണം ബോണറ്റ് ആയിരിക്കും നമ്മുടെ ടേബിൾ. ഗൈസ്, അപ്പം നല്ല സ്റ്റീമിങ് ഹോട്ട് മാഗി വിത്ത് ദ കാർ ആസ് മൈ ഡൈനിങ് ടേബിൾ ആൻഡ് ദ നേച്ചർ ഫോർ കമ്പനി. വേദുവിന്റെ ഫുഡിന്റെ വ്യൂ നോക്ക്, ഇത്രയൊന്ന് കാണിച്ചേ. ജസ്റ്റ് സീ ദാറ്റ് താഴെ. വേദു അത് കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. സെർലാക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷനാണ്. ഇതിപ്പോൾ റൈസ് വിത്ത് കിച്ചടി ആൻഡ് ഗീ ആണ്. അത് ആക്ച്വലി 12 to പ്രിയല്ലേ വാങ്ങിയത്, 12 to അല്ലല്ല 12 to 14 months 12 to 16 months കണ്ടാണ്. 2 to 5 years അല്ല, അത് സെർഗ്രോവാ. അപ്പോൾ സാധാരണ ഇപ്പം ഈ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതായിരിക്കും ഞാൻ വേദുവിന് അധികം ഫുഡ് കൊടുക്കാറില്ല, കാരണം എപ്പോഴും പ്രിയയുടെ ഫുഡ് കൊടുക്കുന്നത്. ആ ടൈമിൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ പോകും. ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം, കാരണം ഈ വ്യൂ ഉണ്ടല്ലോ. അത് മാത്രമല്ല ഇവിടേക്ക് ഇരുന്നൊരു കൊടുക്കുന്ന ഒരു ഓർമ്മയല്ലേ, ഈ റോഡിൽ നമ്മൾ റോഡ് ട്രിപ്പിനിടയിൽ വേദുമോനെ ഇങ്ങനെ മടിയിലിരുത്തി സെർലാക്കൊക്കെ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്താൽ ഇപ്പം കുറച്ച് പാടാട്ടാ, പ്രിയ തന്നെ വേണം ഇതിനൊക്കെ. പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് എനിക്കൊന്ന് തണുപ്പുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. അവന് തണുപ്പ് അടിക്കുന്നോണ്ട് സുഖമായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ടീഷർട്ട് കാണിച്ചേ, ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീഷർട്ട്, അതിന് പറ്റിയ ഹെയർ സ്റ്റൈലും. എനിക്ക് താടി ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. പോവാലോ? ഓക്കെ, 5 മിനിറ്റിൽ കാര്യം കഴിഞ്ഞു. ഏതു അപ്പൊ ഹാപ്പി അല്ലേ? ഹൈഫൈ ഹൈഫൈ. പോവാം പോവാം. യെസ് യെസ്. അതായത് നമ്മളിപ്പോ ബിർ ബില്ലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ഏറ്റവും ഫേമസ് പാരഗ്ലൈഡിങ് കേട്ടോ. ഏറ്റവും ഫേമസ് പാരഗ്ലൈഡിങ് ഇവിടെയാണ്. പക്ഷെ ഞാൻ ചെയ്തത് കൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല, പ്ലസ് നമുക്ക് ടൈമും ഇല്ല. അല്ലെങ്കിൽ പാരഗ്ലൈഡിങ് ചെയ്താൽ ഞാൻ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ റിവർ റാഫ്റ്റിംഗ് അല്ലെങ്കിൽ പാരഗ്ലൈഡിങ് ചെയ്യാനായിരുന്നു. പക്ഷെ റിവർ റാഫ്റ്റിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തത്, കാരണം ചെയ്യാത്തൊരു സാധനമായിരുന്നു. എന്തായാലും പാരഗ്ലൈഡിങ് ചെയ്യണമെങ്കിൽ ഹിമാചലിൽ ഈ ബിർ അല്ലെങ്കിൽ ബില്ലിംഗ്, ആ 2 സ്ഥലത്തില്, ഇത് രണ്ടും ഒരു സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു, അടുത്തടുത്താന്ന് തോന്നുന്നു. അവിടെ വന്നാൽ മതി. ഇറ്റ്സ് ദ മോസ്റ്റ് ഫേമസ് പ്ലേസ് ഇൻ ഇന്ത്യ ടു ഡു പാരഗ്ലൈഡിംഗ്. അതായത് 6 മണിയാവാൻ എനിക്ക് 9 മിനിറ്റ് ഉണ്ട്. പ്രിയക്ക് കോഫി 6 മണിക്ക് മുമ്പ് എത്തിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് പാലംപൂർ എത്തി. പക്ഷെ എവിടെയും നമ്മൾ ഈ ഹിമാചൽ പ്രദേശില് എവിടെയും കാണാത്തൊരു സംഭവമാണ് ടീ ഗാർഡൻ കേട്ടോ. അത് ഇവിടെ കാണാം. അതാണ് ഈ പാലംപൂർ ആക്ച്വലി നോർത്ത് ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശിന്റെ ടീ ക്യാപിറ്റൽ എന്ന് പറയും. സോ ടോട്ടലി ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് ആണ്. ഒരു ചെറിയ ഒരു മൂന്നാറിന്റെ ഒക്കെ ഒരു മുഖഛായ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ ഫുൾ ടീ ഗാർഡൻ ആണ് ഇവിടെ. ആക്ച്വലി ടീ ഗാർഡൻ വാക്കും അങ്ങനത്തെ ടീ എസ്റ്റേറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ദിവസം നിൽക്കണം എന്ന് വിചാരിച്ചാൽ, പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് നിൽക്കാത്തത്. എന്തായാലും എത്തിക്കട്ടെ പ്രിയനെ കോഫി ടൈമിന് മുമ്പ്. പ്രിയ 5:58 എത്തിച്ചിട്ടുണ്ടല്ലോ കേട്ടല്ലോ. അതും ഇത്രയും തപ്പി ഉള്ളില് ഗൂഗിൾ ചെയ്ത് ക്ലിഫീസ് കഫേയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുവാണ്. ബിക്കോസ് യു വാണ്ട് ടു സേവ് വാവ്. എങ്ങനെയുണ്ട് സ്ഥലം? പാലംപൂരിൽ ഇങ്ങനത്തെ ഒക്കെ സ്ഥലം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ തന്നെ വരണ്ടേ? ദ ബെസ്റ്റ് കഫേ ഇൻ പാലംപൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സറൗണ്ടഡ് ബൈ ഫോറസ്റ്റ്. ഇതിന്റെ മാത്രമായിട്ട് ശരിക്കും വ്ളോഗ് ചെയ്യാന്നുള്ളൊരു ഇതുണ്ട്. അതെ, ഫോട്ടോ എടുത്തോണ്ടിരിക്കരുത്, വേഗം കുടിച്ചിട്ട് പോണം. നമുക്ക് ഇനിയും ഉണ്ട് 1.5 മണിക്കൂർ യാത്ര. ക്ലിഫീസ് കഫേ കേട്ടോ. ഞാൻ ഒരുപാട് തപ്പിയിട്ടാണ് വന്നത്. ഒരുപാട് ഉള്ളിലേക്ക് വന്നിരിക്കുക. ഒരു ഡീടൂർ ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പാലംപൂർ. ഓക്കെ. എന്താ നല്ല രസമല്ലേ?
Very nice. സിമ്പിൾ കോസി വോം ഇന്റീരിയേഴ്സ് അല്ലേ? This is there. എവിടെ താഴെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, പക്ഷെ ഡാഡിക്ക് അത് പറ്റില്ല. അവിടെ ഇരിക്കണം. ഡാഡിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. എങ്ങനെയുണ്ട് സ്ഥലം? Very nice. ഷോക്ക്ഡ് ആണോ? ഈ എക്സ്പെക്ടഡ് ഇങ്ങനത്തെ വല്ല സ്ഥലം, അതേപോലെ ഡാബ് പോലെ എക്സ്പെക്ട് ചെയ്താണോ അല്ലേ? Never. അതാണ് ദില്ലൂസ് ഫുഡ് ഹണ്ടിങ് എന്നൊക്കെ പറയും. എനിക്ക് ആ ഏരിയ നോക്കിയ മൊത്തം ഇവിടെ ഒക്കെ എന്താവോ നോക്ക്. ഇത് ടോയ്ലറ്റ് ഇങ്ങനെയാ പറയാ ഇവിടെ, ഔട്ട്ഡോർ ടോയ്ലറ്റ്, ചെറിയൊരു ഔട്ട് ഹൗസ് ഒക്കെ പോലെ. പക്ഷെ ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് പ്ലേസസ്. ശരിക്കും ഇങ്ങനത്തെയാണ് വേണ്ടത്, ഒന്നും പാടില്ല. ലീസ്റ്റ് എക്സ്പെക്റ്റഡ് അല്ലേ? ലീസ്റ്റ് എക്സ്പെക്റ്റഡ് പ്ലേസിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം. ചുറ്റിനും കാട്, നടുക്കൊരു എക്സാക്ട്ലി ഇങ്ങനത്തെ ഇങ്ങനത്തെ വോം ലൈറ്റ്സ് എല്ലായിടത്തും. കേട്ടാ പൈസ ഉണ്ടാക്കി മതി, എന്നാലും പൈസ വേണ്ടേ, വെറുതെ നടക്കില്ലല്ലോ. ഇതൊക്കെ നോക്ക്, ബ്യൂട്ടിഫുൾ പ്ലേസ്. നോ, ഫുഡ് ഇസ് ആബ്സല്യൂട്ട്ലി അൺബിലീവബിൾ. ഹൗസ് ഹോട്ട് ചോക്ലേറ്റ് പ്രിയ, ഇറ്റ് ഇസ് പെർഫെക്റ്റ്. ഇത് കണ്ട് എനിക്ക് കണ്ടറിയാം, മറ്റേ പൊടിയൊന്നും ഇട്ടല്ല കേട്ടോ, റിയൽ മെൽറ്റഡ് ചോക്ലേറ്റ് ആണ്. അത് ഉപയോഗിച്ചാണ് പാല്. നല്ല സാൻഡ്വിച്ചും കുറച്ച് ചിക്കൻ പോപ്കോൺ, അതും മറ്റേ ഫ്രോസൺ ഒന്നും അല്ല കേട്ടോ, ഹോം മെയ്ഡ് ചിക്കൻ പോപ്കോൺ ആണ്. വാട്ട് എ പ്ലേസ് ടു ഡിസ്കവർ അല്ലേ? വാട്ട് എ വൈബ്. വേദുവിന് കളറിംഗ് ബുക്കും ഉണ്ട് അവിടെ. എല്ലാവരും ഹാപ്പി. പാലംപൂരിലെ പ്രിയ ഇതൊക്കെ. വേറെ പാലംപൂർ നോട്ടോ, വേറെ പാലംപൂർ. ഇന്നത്തെ അതെ, ഫുഡ് മാത്രം കൊള്ളാമെന്ന് അറിയാം. ഐ ലവ് ദ ഹോട്ട് ചോക്ലേറ്റ്. ഇതിനു വേണ്ടി മാത്രം ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങൾ വരുമ്പോ നല്ല വാഷ്റൂമും ആയിരിക്കും. അതാണ് എനിക്ക് മെയിൻ, വാഷ്റൂം യൂസ് ചെയ്യാം. പ്രിയ, അപ്പൊ നമ്മുടെ യാത്ര തുടരാലോ? ഇപ്പൊ ചാർജ്ഡ് ആയി, ഫുള്ളി ചാർജ്ഡ് ആയി അല്ലേ? ഉച്ചക്ക് കഴിഞ്ഞല്ലേ, ഫുൾ കുടിച്ചു. ലഞ്ച് കഴിക്കാതെ ഇത് കുടിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന് വന്നത്. അത് വെർത്തായില്ല അല്ലേ? അതും പോപ്കോൺ ഒക്കെ വേദുബേവനും കഴിച്ചു, ചിക്കൻ പോപ്കോൺ. ഓക്കെ, അപ്പൊ വിടാ. ഇനി നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് ധർമ്മശാല എത്തണം, എന്നിട്ട് ഡിന്നർ അടിപൊളി സ്ഥലത്തെ വീണ്ടും ഫുഡ്. അപ്പോൾ ഭയങ്കര ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് എത്തി. ഞങ്ങൾ റിസപ്ഷൻ അധികം ഷൂട്ട് ചെയ്തില്ല, അങ്ങനെ ഭയങ്കര പോഷ് ഹോട്ടലല്ല. ഞാൻ പറഞ്ഞാൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ബഡ്ജറ്റ് ട്രിപ്പിലാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഹോട്ടൽ അമോദ് ശിവ സാങ്ച്വറി എന്ന് പറഞ്ഞ മെക്ലിയോഡൻസിൻ്റെ അടുത്താണ്. ഇറ്റ്സ് ലൈക്ക് ഇൻ ധർമ്മശാല ഇറ്റ് സെൽഫ്. ഇത് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം ഭയങ്കര ക്ലീൻ ആയിരുന്നു. ആൻഡ് ടു ബി ഓണസ്റ്റ്, അല്ലെങ്കിൽ ഷോക്കിംഗ് എന്താണെന്നറിയോ, നമ്മുടെ മൂന്നാറും തേക്കടിയൊക്കെ ഉള്ള പോലെ ഒരുപാട് ലക്ഷറി പ്രോപ്പർട്ടീസിൻ്റെ ചോയ്സ് ഒന്നും ഇവിടെ ഇല്ല. പൊതുവെ നമ്മൾ എവിടെ പോയാലും ഹിമാചലിൽ വളരെ കുറവാണ് ഹിൽ സ്റ്റേഷനായിട്ട് ഇത്രയും പോപ്പുലർ ആയിട്ട്. നമ്മുടെ കേരളത്തിലും കുമരകത്തിലും മൂന്നാറിലും തേക്കടിയിലുള്ള ഒക്കെ പ്രോപ്പർട്ടീസ് ആർ സോ മച്ച് സുപ്പീരിയർ ടു ദാൻ വാട്ട് ദേ ഹാവ് ഹിയർ. വെറുതെ അല്ല എല്ലാവരും കേരളത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പ്രിയാസ് റൂം ടൂർ തുടങ്ങാം. ചെറിയ റൂമാണ്, 3000 രൂപയ്ക്ക് കിട്ടിയതാണ്. പക്ഷേ ഇറ്റ്സ് റിയലി ക്ലീൻ ആൻഡ് റിയലി സ്പേഷ്യസ്. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് എന്താണെന്നറിയാം, ബ്ലൂപ്പേഴ്സ് വരാതിരിക്കുക. പ്രിയ വേഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നോട് ഹോട്ടലിൻ്റെ പേര് ചോദിച്ചു. മിക്കവാറും തെറ്റാൻ സാധ്യതയുണ്ട്. നോക്കാം. ഹായ് ഗായ്സ്, വെൽക്കം ടു അമോദ് ശിവ സാങ്ച്വറി ധർമ്മശാല. ഇത് പഠിക്കാൻ കുറച്ച് പാട് വെട്ടു ഞാൻ. ഇതാണ് ഇനി വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. ഇത് ധർമ്മശാലയാണ്. ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ ഹിമാചലാണ് പ്രിയ. അങ്ങനെ നമ്മുടെ ഹിമാചലിലെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇനി പ്രിയാസ് റൂം ടൂറിലേക്ക് കിടക്കാം. ഓക്കെ, കം ഓൺ. സോ ആരും തന്നെ ഇവിടെ ഒരു ക്ലോസറ്റിൽ അവര് കാപ്പറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബിന്റെ അകത്ത്. അത് എവിടെയെങ്കിലും നടക്കണമെങ്കിൽ അവിടെയൊക്കെ ഇരിക്കണമെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി. എന്താ പ്രശ്നം? പിന്നെ ഇവിടെ മിററുണ്ട്. മിററിന്റെ താഴെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ, മിററിന് സ്പെഷ്യൽ ലൈറ്റും ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വീറ്റ് ബെഡ്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, കംഫർട്ടബിൾ. എനിക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. വീണ്ടും വീണ്ടും പറയാം, വേദന തല അല്ലെങ്കിൽ എപ്പോഴും ഇടിക്കും ഇതുപോലെ ചാടുമ്പോ. അതെ, പക്ഷെ ഷൂ ഊരിട്ടാൻ ബെഡിൽ കയറുള്ളൂ കേട്ടോ, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. നമ്മുടെ പെട്ടികൾ വെക്കാൻ ഇഷ്ടമാതിരി സ്ഥലമുണ്ട്. ഇതും നല്ലതല്ലേ? അതെ, ഭയങ്കര സ്പേഷ്യസ്. ഇവിടെ
കണ്ടിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ Seating area. ഇവിടുന്ന് വേണമെങ്കിൽ ചവിട്ടി കേറാം. അതെ, വേദുവിന് വേണ്ടിയാന്ന് തോന്നുന്നു. ഇനി ഇവിടെ നല്ല ലൈറ്റിംഗ് നല്ല ലാംപ് ഷെയ്ഡ്സ് ആണ്, നല്ല ലെതററ്റ് ഇതാണ് ചെയർ. എനിക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യാം, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ വുഡൻ ഫ്ലോറിംഗ് ആണ്. അതെ, ഒരു മിനിറ്റ്, ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ പേഴ്സണൽ ഒരു കാര്യം, ഞാൻ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത് കിടന്നുകൊണ്ടാണ്. എനിക്ക് കിടന്നുകൊണ്ടേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഐ കാൺ എഡിറ്റ് വീഡിയോസ് വൈൽ സിറ്റിംഗ്, ഐ ഹാവ് ടു ലൈ ഡൗൺ. ടിവി കാണണമെങ്കിലും കിടന്നോണ്ടേ കാണുള്ളൂ. ഞാനും കല്യാണമൊക്കെ കഴിഞ്ഞു വന്നപ്പോ ചോദിച്ചു ഇതെന്ത് കിടന്നോണ്ട് ഇരുന്നോണ്ട് ഞാൻ ഇരിക്കും, എന്തെങ്കിലും കിടക്കും, അങ്ങനെയാ ടിവി കാണുന്നത്. ഇനി നമുക്ക് വ്യൂ രാത്രിയാണ്, രാവിലെ ഒന്നും കൂടെ കാണിക്കാം. പക്ഷെ വി ഹാവ് എ ഗുഡ് ബാൽക്കണി ആണ്, നല്ല വ്യൂ ആണ്. രാത്രി പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റില്ല ഈ ക്യാമറയില്. നല്ല വലിയ ബാൽക്കണി ഉണ്ട്, സിറ്റി ലൈറ്റ്സ് ബ്യൂട്ടിഫുൾ ആണ്. അതൊക്കെ കൊണ്ടാണ് നമ്മളിത് എടുത്തത്. ഈ ഒരു ഹോട്ടല് നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, രാവിലെ കാണിക്കാം. രാത്രി ഒന്നും കാണാൻ പറ്റാതെ. നല്ല തണുപ്പാണ്. ഇനി ഫൈനലായിട്ട് നമ്മുടെ സ്പേഷ്യസ് ബാത്റൂം കൂടെ കാണിച്ചിട്ട് വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം പോയി കഴിക്കണം. കാരണം 9 റെസ്റ്റോറന്റ് ഉള്ളൂ. ഇതാണ് നമ്മുടെ വലിയ വേഗം ഓടി വന്ന് സ്കിഡ് ചെയ്ത് വീട്. ഓ, പിന്നെ തലയൊക്കെ പൊട്ടി. അന്ന് സ്പൈഡർമാന്റെ ക്ലൗസ് ഇട്ടാ തല കുറയത്. 2 മിറേഴ്സ് ഉണ്ട്, നല്ല ഡ്രൈ ഏരിയ, വലിയ ക്യൂബിക്കൽ അല്ലേ, വലിയ ഏരിയ ഉണ്ട്. ടോയ്ലറ്റ് ഒക്കെ ഭയങ്കര ക്ലീൻ ആണ്. എല്ലാം ബ്രഷും സോപ്പും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പ്രിന്റ് കണ്ട, വോൾ പ്രിന്റ്, അത് ആക്ച്വലി ഒരു 3D പ്രിന്റ് പോലെയാണ്. ആൻഡ് നല്ല വലിയ ഷവറും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോകണം. ഡിന്നറും കൂടെ കഴിക്കണം. അന്ന് എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ കാണുമല്ലോ ഡിന്നറും കൂടെ കഴിക്കുമ്പോ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് നേരത്തെ കിടന്നുറങ്ങാം അല്ലേ? പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ലേറ്റ് ആയി തന്നെ കിടക്കുള്ളൂ, നേരത്തെ എഴുന്നേക്കണം. അതെ, നമുക്ക് 2 മണിക്ക് കിടക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷം. അതെ, ഓക്കെ. അപ്പൊ പ്രിയ വേഗം കുളിച്ച് നമുക്ക് ഡിന്നറിന് പോവാം. ഓക്കെ, അത് റെസ്റ്റോറൻറ്റിലാണ്. പ്രിയൊക്കെ വരും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും എടുത്തു നിൽക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം, വീണ്ടും ക്ലീനിനെസ് തന്നെയാണ്. പ്രോപ്പർട്ടീസ് റിയലി ക്ലീൻ, വേറെ ഒന്നും പറയാനില്ല. അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ക്ലീനിനെസ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കാലത്ത് വേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ കുടിച്ച് ഇവിടെ വന്ന സാധനം, ഏറ്റവും എല്ലാ മീലിലും കൂടെ ഓർഡർ ചെയ്ത സാധനം ഈ ഒരു ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ്. ചൂട് കണ്ട. ഓക്കെ, ഈ നിങ്ങളുടെ നാട്ടിൽ തന്നെ എല്ലാവരും ഒരു ഇത് സൂപ്പ് കുടിക്കുന്നവരായിരിക്കില്ലേ ചൂടത്ത്. അപ്പോൾ തണുപ്പത്ത് സൂപ്പ് കുടിക്കുന്ന സുഖം ഒന്ന് ആലോചിച്ച് നോക്ക്. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്. ഇതെങ്ങനെയുണ്ട് ഡാഡി? ഭയങ്കര നട്ടുണ്ട്, അല്ല വെരി ഗുഡ്. ഡാഡിക്ക് നല്ല തണുപ്പുണ്ട്. നമ്മൾ തേമലൊക്കെ അയച്ചും പോയി അല്ലേ? ഇവിടെ ചൂടാണെന്ന് വിചാരിച്ച് എല്ലാ വിന്റർ ക്ലോത്തും പാർസൽ ചെയ്ത് അയച്ചു, എല്ലാം അയച്ചു. ഡാഡിക്ക് കിടുകിടാ വരയ്ക്കുന്നത്. പക്ഷെ റൂമിൽ ഹീറ്ററുണ്ട്, ഡാഡി റൂമിൽ ഹീറ്ററുണ്ട്. രാവിലെ ഹോപ്പ്ഫുള്ളി അത്രയും തണുപ്പായിരിക്കില്ല. ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ വേദുവിന് മറ്റേ സെർലാക്ക കൊടുത്തത്. അത് റൈസ് ഗീ കിച്ചടി എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി ഇറ്റ്സ് 12 months-ൻ്റെയാണ്. പക്ഷേ ദാറ്റ്സ് ഓക്കെ, നല്ലതാണ് കേട്ടോ, നല്ല സാധനമാണ്. അപ്പം രാത്രി വേദുവിന് ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. ചപ്പാത്തിയിലൂടെ ചിലപ്പോൾ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ പരിപ്പ് മാറി കൊടുക്കും. അതുപോലെ പ്രിയയ്ക്ക് ചപ്പാത്തിയും പഞ്ചസാരയും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? പക്ഷേ മിക്സഡ് ക്യൂസീനാണ്. ചപ്പാത്തി ഉണ്ട്, ഇത് കടായി ചിക്കൻ അല്ല, ഇതെന്താ റാറാ ചിക്കൻ. ഡാഡി പ്രിയ റാറാ വീണ്ടും ഡാഡിക്ക് ഉണ്ടോ അങ്ങനെ തന്നെ? എങ്ങനെയാ ഡാഡി പാടിക്കാൻ പാടൊന്നും കൂടെ ഒറ്റ തവണ അത് കേട്ടവർക്ക് ഭാഗ്യം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കാഴ്ച തുടങ്ങുന്നത് തന്നെ നിങ്ങൾ ഇതിൽ തന്നെ ആയിക്കോട്ടെ. വേദു ലോളിപോപ്പ് കഴിക്കുന്നത്. എങ്ങനെയാ അമ്മ കഴിക്കുന്നത്? എങ്ങനെയാ ലോളിപോപ്പ്? കാണിക്കേ. ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ക്യാമറ ഓൺ ചെയ്തപ്പോ കഴിക്കാത്ത. അപ്പൊ നമുക്കിന്ന് കുറച്ച് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ നമ്മള്
പോകുന്നത് കാംഗ്ര ഫോർട്ട്. അതിന്റെ പ്രത്യേകതയൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. നമ്മൾ ഹിമാചലിൽ വന്നിട്ട് രാജസ്ഥാൻ ഫുൾ ഫോർട്ട് ആയിരുന്നു. ഹിമാചലിൽ വന്നിട്ട് ആകെക്കൂടെ ഒരു ഫോർട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു ഫേമസ് ആയിട്ട്. ആ ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നടക്കാനുണ്ട്, അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു അടിപൊളി സ്ഥലം കണ്ടിട്ട് കാംഗ്ര ഒരു സ്ഥലവും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെയും നല്ലൊരു കഫേയിൽ ദില്ലു കണ്ടുപിടിച്ചു. പ്രിയ, ഇങ്ങനത്തെ ഒരു കഫേ ഇവിടെ എക്സ്പെക്ട് ചെയ്തോ? എവിടെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ലുക്ക് വാട്ട് ഇസ് ദേർ അബവ് യുവർ ഹെഡ്. ക്യാപ്റ്റൻ അമേരിക്ക, സ്പൈഡർമാൻ, അയൺ മാൻ, ഈവൻ സ്പൈഡർമാൻ, സൂപ്പർമാൻ, ഹൾക്ക്, എല്ലാം വേറൊരു ആൾക്കാര്. അപ്പൊ എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് അങ്ങനത്തെ സ്ഥലത്ത് തന്നെ ഞങ്ങൾ വന്നു കേട്ടോ. എങ്ങനെയാന്ന് അറിയില്ല. ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ കഫേയിലൊക്കെ വന്ന് മ്യൂസിക് ഒക്കെ കേട്ട് ചില്ല് ചെയ്യുമ്പോൾ ആരാന്നറിയോ? വേദു ഡാൻസ് 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 കണ്ട, ഇതാണ് ചില്ലിങ്. ഏറ്റവും കൂടുതൽ ചില്ല് ചെയ്യുന്ന ആള് വേദു തന്നെയാണ്. ഓ, നമുക്കപ്പോ പാർട്ടിക്കൊക്കെ പോണല്ലോ വേദു, ഉടനെ തന്നെ ഡാൻസ് പാർട്ടിക്ക്. പറയാ അധികം ടൂറിസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് വരെ ഒരു 2 പിള്ളേർ കഫേ തുടങ്ങി. ഇത്ര ഇന്നോവേറ്റീവ് ആണെങ്കിൽ നാട്ടിലേക്ക് എന്തൊക്കെ ചെയ്യാം. കാരണം അത്രയധികം ഓപ്പർച്യൂണിറ്റി അല്ലേ വരുമാനത്തിന്. ഇത് നോക്ക്, മാഗി സെർവ് ചെയ്തിരിക്കുന്ന നോക്ക്. പ്രിയ നോക്ക്. Nice, no? Never expected such a bowl. Never expected all this. Look at the iced tea. Yeah. Look at the പേര് എനിക്കറിയില്ല. Coaster. സംഭവല്ലേ, ചെറിയ കാര്യങ്ങളാണെങ്കിലും all this makes our dining special, no? പാസ്ത, പ്രിയ പാസ്ത ഓർഡർ ചെയ്തേ. പാസ്റ്റയുടെ പ്രസന്റേഷൻ തന്നെ നോക്ക്. 2 ഗാർലിക് ബ്രെഡ് ഒക്കെ വെച്ച് അതും ഇതുപോലത്തെ സെയിം ഒരു പോട്ടിലൊക്കെ സെർവ് ചെയ്ത് കിഡില്ലേ കേട്ടോ, കിഡില്ലേ. ഞാനേ കുറച്ച് ഡയറ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. ബ്രൗൺ ബ്രെഡ് വിത്ത് ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ലുക്ക് സോ ഹെവി. ഇത് പിടിക്കുമ്പോൾ തന്നെ ഒരു പീസേ ഉള്ളെങ്കിലും ഭയങ്കര ഹെവി. ഞാൻ മയണീസ് ഒന്നും ഇല്ലാതെയാണ് എടുത്തത്. ഒന്നും പറയാനില്ല, ഞാൻ ഇതിൻ്റെ ഓണറായിട്ട് പഠിച്ചു പയ്യനാണ്. ഗുർഗാവിൽ നിന്ന് വർക്കിംഗ് ആയിരുന്നു ചെയ്തത്, എഞ്ചിനീയർ ഓർ സംതിങ്. എല്ലാം വിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു. ഫോളോയിങ് ഹിസ് ഡ്രീംസ്, ഫോളോയിങ് ഹിസ് പാഷൻ. Food is lip-smackingly delicious, extremely underpriced ആണ്. I won't even say good value for money, it's underpriced. സാൻഡ്വിച്ചിന് 80 rupees ഫുള്ളി ലോഡഡ്. ഞാൻ ഒരു റാപ്പ് കഴിച്ച് കാണിച്ചില്ല. ഇത് സോ ഹ്യൂജ്. നാട്ടിലാണെങ്കിൽ ഒരു 350 രൂപ വരും ആ റാപ്പിന്. ഇവിടെ 120 rupees. ഫ്രഷ്ലി മെയ്ഡ് ചിക്കൻ എന്നെ കാണിച്ചു. അവർ ഫ്രഷ് ആയിട്ട് എല്ലാം കുക്ക് ചെയ്യുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് കാരണം 1 വർഷം അടച്ചിടേണ്ടി വന്നു. ഇപ്പോൾ 3 weeks ആയിട്ടുള്ളൂ പയ്യൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഐ വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മലയാളി ഓഡിയൻസ് അല്ലേ കാണുള്ളൂ. നമ്മൾ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത്. ഡൽഹിക്കാരൊക്കെ ഒരുപാട് പേര് വരുവാണെങ്കിൽ ഇവിടെ വന്നേനെ. പക്ഷേ മലയാളത്തിൽ ആരെങ്കിലും എന്തായാലും ധർമ്മശാല വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആ ഫോർട്ട്, കാംഗ്ര ഫോർട്ട് എന്നാണ് തോന്നുന്നു പേരായിട്ട്, ആ ഫോർട്ടിലേക്ക് പോകണം. ഓൺ ദ വേ ഒറ്റ നല്ല സ്ഥലമേ ഉള്ളൂ, ഹൈവേ തന്നെയാണ്. ബാബ ഷാഗോ കഫേ ഗൂഗിൾ ചെയ്താൽ മതി. ഔട്ട്സ്റ്റാൻഡിങ് ഫുഡ്, ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഡാഡി, പ്രിയ, നമ്മൾ രാജസ്ഥാനിൽ ഫോർട്ട് വിസിറ്റ്സ് ഒരുപാട് ചെയ്തില്ലേ? ഹിമാചലിലെ ബിഗ്ഗസ്റ്റ് ഫോർട്ടിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് അറിയോ? ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഫോർട്ടാണ്, രാജസ്ഥാനിലെ അല്ല. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഫോർട്ടാണ്. ഒന്നുമല്ല, 3500 വർഷം പഴക്കമുണ്ട്. 3500 വർഷം. പിന്നെ ലാർജസ്റ്റ് ഫോർട്ടാണ്. 460 ഏക്കേഴ്സിലെങ്ങാണ്ട് ഇത് പണിതിരിക്കുന്നത്. അതാണ് പ്രിയയുടെ അടുത്ത ചോദ്യം. പിന്നെ എന്താണെന്ന് അറിയാം സ്പെഷ്യാലിറ്റി? ഇത് രാജ്പുട്ട് ഫാമിലിയുടെ ആണ്. ഓക്കെ, പണിതിരിക്കുന്നത്. 54 അറ്റാക്സ് എലോൺ ബൈ അക്ബറില്ലേ, അക്ബർ രാജാവ് 54 തവണ ഈ ഫോർട്ട് ക്യാപ്ചർ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല. ലാസ്റ്റ് അക്ബറിന്റെ മോൻ ജഹാംഗീർ ഇത് ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഒരുപാട് യുദ്ധം കണ്ട ഫോർട്ടാണ്. അതുകൊണ്ടാണ് പൊളിഞ്ഞു കിടക്കുന്നത് ഈ ഫോർട്ട്. മനസ്സിലായോ? അത്രയും ഹിസ്റ്ററി ഉള്ള ഫോർട്ടാണ്. അപ്പോൾ ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കൂടെ ട്രാവൽ ഫുഡ് മാത്രമല്ലല്ലോ, കുറച്ചൊക്കെ ഒരു ഹിസ്റ്ററി കൾച്ചറും കൂടെ അറിയണ്ടേ. അക്ബറിന്റെ മോൻ ഇവിടെ താമസിച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ മുഗൾ ഭരണത്തിലൊക്കെ അവിടുത്തെ ഓരോ പ്രിൻസും കിങ് ഒക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫോർട്ടാണ്. 52 അറ്റാക്ക് ജസ്റ്റ് ബൈ കിങ് അക്ബർ ടു ക്യാപ്ചർ ദിസ് ഫോർട്ട് ആൻഡ് അൺസക്സസ്ഫുൾ. ഭയങ്കര രസം, ഓരോരോ ഹിസ്റ്ററി ഉള്ള സ്ഥലങ്ങളല്ലേ. അതെ, ഫോർട്ടിന്റെ എൻട്രൻസ് കേട്ടോ. 54 തവണ അക്ബർ രാജാവിന് കയറാൻ പറ്റാത്ത സ്ഥലത്ത് സുഖമായിട്ട് ഡില്ലു ഡോറ് തുറന്നു വന്നിരിക്കും. ഡില്ലു കയറാൻ പോവാ, സുഖമായിട്ട് കയറി. ഇത് ഫുൾ മറ്റേതുപോലത്തെ അല്ല കേട്ടോ, നമ്മളെ മറ്റേ രാജസ്ഥാൻ കണ്ട പോലത്തെ പാലസ് പോലെയല്ല. ഇത് ഫുൾ ഇതുപോലത്തെ റോക്ക് കൺസ്ട്രക്ഷൻ. അന്നത്തെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അതുപോലെയാണ്. ഇത് മെയിൻ ഗേറ്റ് ആണ്. മെയിൻ ഗേറ്റിന് മെയിൻ ഗേറ്റിന് ഇത് വാക്ക് വേ ആണ്. നമ്മൾ രാജസ്ഥാനിൽ കണ്ടൊക്കെ ഫോർട്ട് ഫുൾ ഡെക്കറേറ്റഡ് ഒക്കെ അല്ലേ, ഇതൊക്കെ അതിനെയും കാട്ടി എത്രയോ പഴയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ. പിന്നെ നമ്മൾ സുഖമായിട്ട് കയറി. അക്ബർ രാജ 54 തവണ ട്രൈ ചെയ്തിട്ടും കയറാൻ പറ്റിയില്ല.
നമ്മൾ ഒരു യുദ്ധവും ഇല്ല തോക്കും ഇല്ലാതെ കയറി സുഖമായിട്ട് കയറി. വേദു വരെ ഓടിക്കേറി അല്ലേ വേദു? ഓ എന്തൊരു ഹിസ്റ്ററി ഉള്ള ഫോട്ടോ നോക്കിക്കേ. അതെ, വേറൊരു സാധനമുണ്ട് ഇതിൻ്റെ അകത്ത്. 21 ട്രഷർ വെൽസ് ഉണ്ടായിരുന്നു. കുറേ എണ്ണം അക്ബർ രാജാവിന്റെ മുഗൾ എംപറേഴ്സ് കൊണ്ടുപോയി, പിന്നെ കുറേ എണ്ണം ബ്രിട്ടീഷേഴ്സ് കൊണ്ടുപോയി. ഇപ്പോഴും 8 കിണറിൽ നിധി ഉണ്ടെന്നാ പറയുന്നത്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു ശതമാനം നമുക്കാ. അങ്ങനെയാണ്. കിണറുണ്ട് അവിടെ 8 എണ്ണം ഉണ്ട്. അല്ല 21 എണ്ണമാണ് ടോട്ടല്. ഇപ്പൊ 8 എണ്ണത്തില് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം 8 എണ്ണത്തില് നിധി ഉണ്ടെന്നാ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആണിത്, പക്ഷെ ഒരു ശതമാനം നമുക്ക് കിട്ടും. അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കിണർ. അത് എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ കണ്ടുപിടിക്കില്ലേ? ചിലപ്പോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. പിന്നെ പ്രിയ കോടിയായിരിക്കും കേട്ടാ. വന്ന് പാവ എടുത്തോണ്ട് പൊക്കോട്ടെ എന്ന് വന്ന് വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ? ആ ഡാഡി കോടികളായിരിക്കും, അതിലൊരു ശതമാനം കിട്ടിയാലും കോടിയായിരിക്കും. എനിക്കൊന്നും വേണ്ട കൂടി. അയ്യോ അയ്യോ അങ്ങനെ പറയല്ലേ. സ്വർണ്ണമായിരിക്കും ഡാഡി, സ്വർണവും ഡയമണ്ടും എല്ലാം ആയിരിക്കും. ഇത് മറ്റേ ഇത് നോക്ക്, സ്പൈഡർമാൻ കയറുന്ന പോലെ കയറുന്നു. നിങ്ങളെ വേദം എന്താ മെലിഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം. സ്റ്റെപ്സ് കയറ്റവും പിരിവിരിപ്പും ഒരു സ്ഥലത്തിരിക്കില്ലല്ലോ. ഈ കിണർ പഴയ കിണറാ പ്രിയ? അല്ല പുതിയ കിണറാ, കാരണം മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അതെ, പക്ഷെ മോട്ടറൊക്കെ ഉണ്ടോ? ഇതിന്റെ അടിയിലൊന്നും കാണില്ല. സംശയിക്കാതിരിക്കാനായിരിക്കും മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാ ചാടി നോക്ക് കിട്ടുമെന്ന്. എനിക്ക് നീന്താറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാടിയ. ഇതേ പ്രിയ 3500 വർഷം മുമ്പേ ഗണപതിയുടെ ഒക്കെ സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം രാജ്പുട്ട് ഫാമിലി അല്ലേ അവരപ്പോ ഉണ്ടാവും. അതെ നോക്ക് എന്താ ഉള്ള എന്നാപ്പാ ഒരു റൂം. എനിക്കൊന്ന് വല്ല ഭടന്മാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റൂമായിരിക്കും. ഈ ഫോർട്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇവിടെ കൂടെ കുതിരയും ഭടന്മാരൊക്കെ നടന്നതും ഓരോ റൂം ഫേണിഷ്ഡും. അപ്പോൾ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ബാഹുബലിയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണ് രാജമൗലി സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നത്. ഇമാജിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും, ഡ്രസ്സ് എന്തായിരിക്കും, ഇവിടെ എന്തൊക്കെയായിരിക്കും ബഹളം, ആൾക്കാരും. ഇങ്ങനെയാണോ വരുന്നത്? അഡിഡാസ് ഒക്കെ ഇട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അനുഷ്ക ഷെട്ടിനെ പോലെ. ഞാൻ അനുഷ്ക ഷെട്ടിയാണ്. അത് കുറച്ച് കൂടിപ്പോയില്ലേ. ഡാഡിയുടെ ഡിറ്റർമിനേഷൻ ഭയങ്കര കയറ്റങ്ങളാണ്. എന്നിട്ടും ഡാഡിക്ക് ഇവിടെ ഇന്ത്യയിൽ ഓൾഡസ്റ്റ് ഫോർട്ടും രാജ്പുട്ട് ഫാമിലി താമസിച്ച ഫോർട്ടൊക്കെ വന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ ഡാഡി ടയർഡായാലും കയറാമെന്ന് പറയുന്നു. ഓരോ ഗേറ്റിലും ഇതുപോലത്തെ ഓരോ പേരുണ്ട്. ജഹാംഗീരി ഫോർട്ട്, അല്ല ഇത് ജഹാംഗീരി ഗേറ്റ്. അങ്ങനെ ഓരോ ഗേറ്റ്, നമ്മൾ 4 ഗേറ്റ് കടന്നാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഫൈനൽ ഗേറ്റ് എന്ന് തോന്നുന്നു. ഫോർട്സിൻ്റെ ഒക്കെ മെയിൻ സംഭവം എന്താണെന്നറിയോ? വ്യൂ പോയിന്റ്. കാരണം ഫോർട്സ് പണിയുന്നത് തന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ ഫുൾ ലാൻഡ്, അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഭരിക്കുന്ന ഫുൾ ലാൻഡ് എത്രയോ കിലോമീറ്റേഴ്സ് ദൂരെ കാണണം. കാരണം എന്നാലേ എനിമി അറ്റാക്കൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് കണ്ട ഫുൾ പണ്ടത്തെ കാംഗ്ര എന്ന് പറഞ്ഞ സ്ഥലം മൊത്തം കാണാൻ പറ്റും. അവിടെ സ്നോ ക്യാപ്പ് മൗണ്ടൻസ്, ഹിമാലയാസ് ആണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ. ഇത് കൺസ്ട്രക്ഷൻ, ഈ കല്ലൊക്കെ എന്ത് സംഭവം നോക്ക്. 3500 വർഷം ഈ ടച്ച് ചെയ്യുന്ന സാധനം. 3500. വി ആർ ടച്ചിങ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. നമ്മളിപ്പോൾ കയറി വന്നില്ലേ, കയറി വന്നിട്ട് ഇപ്പോഴും നടക്കുന്നത് ഈ ഔട്ട് ഓഫ് ഫോർട്ട് ഏരിയ കൂടിയാണ്. ഇതിൻ്റെ അകത്താണ് വേറൊരു മതിലും കൂടി ഉണ്ട്. അതിൻ്റെ അകത്താണ് താമസവും എല്ലാം. അപ്പോൾ ഇവിടെയൊക്കെ ഭടന്മാർ നിന്ന് യുദ്ധമൊക്കെ ചെയ്ത് ഇവിടുത്തെ ഒക്കെ ആൾക്കാർ തോപ്പിച്ച് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫൈനൽ അറ്റാക്ക്, ഈ ഫോർട്ട് കോൺക്രീറ്റ് ചെയ്തത്, അവർ പറയുന്നത് ആ അറ്റാക്ക് വാസ് സോ വെൽ പ്ലാൻ. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവരത് ചെയ്തത്. അതുകൊണ്ട് ഗേറ്റ്സ്, ഫോർട്ടിന് എപ്പോഴും ഒരു മെയിൻ ഗേറ്റ് ഉണ്ട്, അത് അടയ്ക്കാൻ പോലും ടൈം കിട്ടിയില്ല എന്ന് പറയുന്നത്. അത്രയും വെൽ പ്ലാൻഡ് അറ്റാക്കാണ്. ഇത് അന്യം പോന്നു. വേദു ചിലപ്പോൾ ഈ രാജ്പുട്ട് രാജാക്കളും ഈ നമ്മുടെ ഈ കളി കളിച്ചാണ്. വേദു നിക്കട പോയി താഴെ വീട്. ഇത്രയും നടന്ന് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടാ. ഇതൊക്കെ ഔട്ടർ ഏരിയ ഓഫ് ദ ഫോർട്ടാണ്. ഇത് അന്തേരി ഗേറ്റ്. അതെന്താവും ആ പേര് വന്നത്? അത് കുറച്ചൊക്കെ നിങ്ങളും ഒന്ന് പറഞ്ഞു കേട്ടോ. നോക്കി വൈ ഇസ് ദിസ് ഗേറ്റ് കോൾഡ് അന്തേരി ഗേറ്റ്? ഓഹ്, വാൾസ് നോക്ക് പ്രിയ, സ്ട്രോങ് എക്സ്ട്രീംലി. ആ കാണുമ്പോൾ തന്നെ ഒരു ഇന്റിമിഡേഷൻ. ആക്ച്വലി ഫോർട്ട്സ് ഒക്കെ പണിയുമ്പോൾ അങ്ങനെയാ, കാണുമ്പോൾ തന്നെ അതൊക്കെ പണിയും. അതേപോലെ ഏണിയൊക്കെ ഇട്ടിട്ട് പണിയും. അതല്ലേ പറയാ, ഈ ഫോർട്ട്സ് പണിയുമ്പോൾ ഒരു മെയിൻ തിങ് എന്താണെന്നറിയോ? കാണുമ്പോൾ തന്നെ പീപ്പിൾ ഷുഡ് തിങ്ക് ദാറ്റ് ഇത് ഒരിക്കലും ആൾക്കാർക്ക് പറ്റില്ല എന്ന്.
അതുകൊണ്ടാണ് അവർ മാക്സിമം ഇങ്ങനെ സൈസും ഹ്യൂജൊക്കെ ആയിട്ട് പണിയുന്നത്. ഡാഡി വരുന്നില്ലേ? എന്ത് കിട്ടിയ ഞങ്ങൾക്കൊന്നും തരണം കേട്ടാ. ആ പ്രിയ ഡാഡി വരുന്നില്ല, ഡാഡിക്ക് കിണർ കപ്പണം എന്ന്. ഇപ്പത്തെ ആൾക്കാർക്ക് ലിഫ്റ്റും എസ്കലേറ്ററൊക്കെ വന്ന് എളുപ്പമായി അല്ലേ? ഇതൊന്നും ആലോചിച്ച് നോക്ക്, എത്ര നടക്കണം. പിന്നെ അവരെന്ത് ചെയ്യും നടക്കാതെ? ആൽമരം. ഇത് ആൽമരമാണോ? ഇത് കോട്ടിയാടാണ്. ഇവിടെയാണ് രാജാവ് എല്ലാ ഡിസിഷനും, പബ്ലിക് ഡിസിഷനും പബ്ലിക് മീറ്റിങ്ങും ഡാൻസും പാട്ടും ഒക്കെ ചെയ്യുന്ന സ്ഥലം. ഇതാണ് മെയിൻ ഏരിയ. നമുക്ക് അവിടെ ടെമ്പിളൊക്കെ ഉണ്ട്, ഓരോന്ന് കാണിച്ചു തരാം. ഇത് ജയിലാന്ന് തോന്നുന്നു പ്രിയാവാ. പ്രിയ ഇതൊക്കെ എന്തോ റൂംസ് ആയിരുന്നു തോന്നുന്നു, എല്ലാം പൊളിഞ്ഞ് കിടക്കുക. ഓരോ വാറിൽ പൊളിഞ്ഞായിരിക്കും. എന്തൊക്കെയോ കല്ലും എന്തെങ്കിലുമൊക്കെ സ്കൾപ്ചേഴ്സും എന്തൊക്കെയോ ആയിരുന്നു. ആ പ്രിയക്ക് അതാണ് ഏറ്റവും ഒരു സമാധാനം. റൂംസ് എന്തൊക്കെയായിരിക്കും പ്രിയൻ്റെ അകത്ത്? എനിക്കിപ്പോൾ അറിയണം. ഗൂഗിൾ ചെയ്താലും കിട്ടില്ല. നമുക്ക് രാജമൗലിനെ കൊണ്ടുവരാം, പുള്ളിക്കാരൻ കറക്റ്റായി പറഞ്ഞു തരും എന്തൊക്കെയായിരുന്നു ഇവിടെ, എങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാം. അതുമാത്രമല്ല, അതെ അംബിക ദേവി ടെമ്പിൾ 3500 year old ടെമ്പിൾ വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ട പഴയ അന്നത്തെ രാജാക്കന്മാരൊന്നും അങ്ങനെ വെളിയിൽ പോവില്ലല്ലോ അധികം പ്രാർത്ഥിക്കാൻ. ഫോർട്ടിനകത്ത് തന്നെ എല്ലാ സൗകര്യം വേണം. അതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് ഹിന്ദു ടെമ്പിൾസ്. ഇതും ഫുൾ റോക്ക് കൺസ്ട്രക്ഷൻ ആണ്. അമേസിങ് നോ, അന്നത്തെ ഒരു പ്ലാനിങ്. ഇറ്റ്സ് ആക്ച്വലി ഇത്രയും വലിയ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്മോൾ സിറ്റി വിത്തിൻ ഇറ്റ് സെൽഫ്. 4 മതിലിൻ്റെ അകത്ത് ഒരു ചെറിയ സിറ്റിയാണ് അന്നത്തെ കാലത്തൊക്കെ ഫോർട്ട്സ്. എൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലം കണ്ടു. ഇത് ഒരു പാലസിനൊക്കെ ഒരു ഗാർഡൻ ഏരിയ പോലത്തെ തന്നെ. ബട്ട് ലുക്ക് അറ്റ് ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻ എന്നൊക്കെ പറയുന്നത് ഇതല്ലേ, ഇത്രയും മുകളിൽ. ഫോർട്ട് അങ്ങ് താഴത്തേക്കാണ്. ഞാൻ ഒരുപാട് മുകളിൽ വന്ന് ഇവിടെ ഒരു ഗാർഡൻ സ്പേസ് പോലെ അവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കോ കേട്ടോ. ഇവിടെയൊക്കെ ആയിരിക്കും കിങ്ങൊക്കെ ഇരുന്ന് കോഫി കുടിച്ചത്. അങ്ങനെ ഫൈനലി ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വരെ കയറി. ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇതെന്താ നടുക്ക് മരമൊക്കെ, ഇവിടെ വരെ മരമുണ്ട്. ഓൾ ദിസ് ഈസ് ഓൺ ടോപ്പ് ഓഫ് എ മൗണ്ടൻ. അതുകൊണ്ടാണ് ഇതെന്താണെന്നറിയില്ല, പണ്ടത്തെ സംതിങ്, ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇമാജിൻ ചെയ്താൽ ഇതൊക്കെ ഒരു ഭംഗിയുള്ളൂ. കാരണം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമല്ലേ. വേറെ ഒരു ബോർഡ്സോ ഹിസ്റ്ററിയോ ഒന്നും അവർ എഴുതി വെച്ചിട്ടില്ല. എവറിത്തിങ് ഇസ് അപ് ടു അവർ ഇമാജിനേഷൻ. അതുമാത്രമല്ല, അതെ അംബിക ദേവി ടെമ്പിൾ 3500 year old ടെമ്പിൾ വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ട പഴയ അന്നത്തെ രാജാക്കന്മാരൊന്നും അങ്ങനെ വെളിയിൽ പോവില്ലല്ലോ അധികം പ്രാർത്ഥിക്കാൻ. ഫോർട്ടിനകത്ത് തന്നെ എല്ലാ സൗകര്യം വേണം. അതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് ഹിന്ദു ടെമ്പിൾസ്. ഇതും ഫുൾ റോക്ക് കൺസ്ട്രക്ഷൻ ആണ്. അമേസിങ് നോ, അന്നത്തെ ഒരു പ്ലാനിങ്. ഇറ്റ്സ് ആക്ച്വലി ഇത്രയും വലിയ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്മോൾ സിറ്റി വിത്തിൻ ഇറ്റ് സെൽഫ്. 4 മതിലിൻ്റെ അകത്ത് ഒരു ചെറിയ സിറ്റിയാണ് അന്നത്തെ കാലത്തൊക്കെ ഫോർട്ട്സ്. എനിക്കൊന്ന് ഈ ഫോർട്ടിലെ ഏറ്റവും വെൽ പ്രിസർവ്ഡ് ഏരിയ ഇതാന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ഓൺലി തിങ് ലോഡ് ഓഫ് ഇൻട്രിക്കേറ്റ് വർക്ക്. കണ്ടോ, കുത്തുപണിയാണ് ഫുൾ. വീണ്ടും പറഞ്ഞാൽ 3500-4000 years പഴക്കം. പ്രിയ പില്ലർ 2 എണ്ണമായിട്ട് നിൽക്കുന്നതുണ്ടോ? എന്തായിരിക്കും അത്? ഇവിടെ ഒക്കെ ചിലപ്പോൾ റൂംസ് ആയിരിക്കും. കാരണം ഇത് കണ്ട ഈ ഒരു ഫുൾ ഏരിയ. ആ അവിടെ വല്ല മണ്ഡപം പോലത്തെ വല്ലതും ആയിരിക്കും അല്ലേ, ഗസീബോ ഒക്കെ ആയിരിക്കും പണ്ടത്തെ. ഇത് കണ്ട 2 പില്ലർ പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്, 2 പില്ലർ ഫുള്ളായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊന്നും ഇല്ല. പറഞ്ഞേ ഫുൾ ഡിസ്ട്രോയിഡ് ബൈ വോ. യാ, ഇതിപ്പോൾ ഇവിടെ സിറിയയിലൊക്കെ ഇപ്പോഴും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിൽഡിങ്സ് ഒന്നുമില്ല, ആൾക്കാർക്ക് ജീവിതമില്ല, ഒന്നുമില്ല. വാർ ഡിസ്ട്രോയ്സ് എവറിത്തിങ്. ഒരു വാസും ഈ ബ്രിട്ടീഷിന്റെ ഈ ഇൻവേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇന്ത്യ വുഡ് ഹാവ് ബീൻ ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. കിട്ടിയോ ഡാഡി? അതെ, മേളില് 3500 വർഷം പഴക്കമുള്ളൊരു അമ്പലമുണ്ട്. അവിടെയൊക്കെ അമ്പലവും വരെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പൂജയൊക്കെ നടക്കുന്നുണ്ട്. ദേവീക്ഷേത്രം. ഇവിടെ കൂടുതൽ ആർക്കിയോളജിക്കൽ സ്റ്റുഡൻസാണ് വരുന്നത് പഠിക്കാനായിട്ടേ. ബുക്കിൽ കാണുന്നതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ. അപ്പം നിങ്ങളും ആരെങ്കിലും സ്കൂളിലൊക്കെ ഹിസ്റ്ററി ടീച്ചർ ചോദിച്ചാൽ ഓൾഡസ്റ്റ് ഫോർട്ട് ഇൻ ഇന്ത്യ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം കാംഗ്ര ഫോർട്ടാണ്, രാജ്പുട്ട് ഫാമിലിയുടെ ആണ്. നമ്മുടെ
പറയണം കേട്ടോ, നിങ്ങൾ ടീച്ചറും പിള്ളേരോടൊക്കെ പറയണം. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് ബോറിംഗ് അല്ലാത്ത രീതിയിലെങ്കിലും ഇങ്ങനെ ഹിസ്റ്ററി പ്രസൻറ്റ് ചെയ്യാൻ നോക്കും. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും കിടക്കും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കാമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അല്ലേ? താഴെ ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, ഞാൻ കുടിക്കാൻ പോവാ. വാട്ടർ, ഓറഞ്ച് ജ്യൂസ് വേണ്ട. ഓക്കെ. ഡാഡി ക്ഷീണിച്ചല്ലേ? ഇല്ല, കണ്ട ഡാഡി തള്ള പയറ് പോലെ നിൽക്കുന്ന കണ്ട. അതിനിടയ്ക്ക് പ്രിയക്ക് ക്ഷീണം. ബാ എല്ലാവർക്കും ജ്യൂസ് കുടിക്കാം. പ്രിയ, അപ്പോൾ നമ്മുടെ ഫോർട്ട് വിസിറ്റ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ മസ്റ്റായി ചെയ്യുന്ന ഒരു കാര്യം മോൾ വിസിറ്റ് അല്ലേ? എവിടെ പോയാലും മോൾ വിസിറ്റ്. അങ്ങനെ ഹിമാചലിലും മോൾ വിസിറ്റ് നടന്നു. മോൾ റോഡല്ല, പ്രോപ്പർ മോൾ. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ ഇവിടെ. അത്യാവശ്യം കുറച്ച് ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. കണ്ടാ എന്ത് സ്കെച്ചസ്. ആഹാ രക്ഷപ്പെട്ടല്ലേ. എനിക്ക് ആദ്യം തന്നെ എൻ്റെ കീറിയ ജീൻസ് എനിക്ക് വാങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അമൃത്സറിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് റെക്കമെൻഡേഷൻ പ്രകാരം. അപ്പോൾ ഞങ്ങൾക്ക് സമ്മർ ക്ലോത്ത്സ് ഒന്നുമില്ല, അവിടെ നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് ടീഷർട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് പ്രിയക്ക് കോഫി ടൈം. പ്രിയ, എനിക്ക് തോന്നുന്നു മോളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഔട്ട്ഡോർ ഡൈനിങ് സ്ഥലം ഉള്ള സ്ഥലം ഇത് തന്നെയായിരിക്കും. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. പൊയ്ക്കോ വേഗം സ്ഥലം പോയിക്കോ, ഒരു ടേബിളേ ഉള്ളൂ. പ്രിയ, നമുക്കൊന്ന് വെളിയിൽ പോയി നോക്കിയിട്ട് വരാം. വെളിയിലെ ആ മോത്തിമേൽ കസ്റ്റമേഴ്സിന് മാത്രമേ ഇരിക്കാൻ പറ്റൂ. ഏതുവാണല്ലോ ഫസ്റ്റ് പോകുന്നത്? ഓ തണുത്ത കാറ്റ്, നല്ല സ്ഥലം അല്ലേ? ആ മോളിൽ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ വ്യൂവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയയുടെ മുഖത്തറിയാം. ആദ്യമേ വ്യൂ കാണിക്കട്ടെ. ഫുൾ ഫോറസ്റ്റ് ആണ്. ഇല്ല, ഇങ്ങനത്തെ വ്യൂ ഉള്ള മോളെ. അതെ, സൺസെറ്റും കണ്ട് ഫോറസ്റ്റിന്റെ അടുത്ത് നിന്ന് ചായ കോഫി കുടിക്കാൻ പറ്റിയ മോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ അടുത്ത് എത്തുന്നതായിരിക്കും. അവിടെ ഫുൾ ബട്ടർഫ്ലൈയാ. സൺസെറ്റും കൂടെ ഫുൾ ബട്ടർഫ്ലൈസ് പറക്കുന്ന പറയാ. ബട്ടർഫ്ലൈ അല്ല, ഡ്രാഗൺ ഫ്ലൈയാ. നൈസ് പ്ലേസ്. അതെ പ്രിയ, പിന്നെ നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ അതെ നാളെ നമ്മൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ്. യു പ്രോമിസ് 1 day വിൽ ഡു എ സ്മോൾ നോർമൽ ക്യാമ്പിംഗ്, ലക്ഷറി ഒന്നും അല്ലാത്തത്. സോ യു പ്രോമിസ് നാളെ ലാസ്റ്റ് ഡേ ആണ് ഹിമാചൽ പ്രദേശിൽ. അപ്പോൾ നാളെ നമ്മൾ ക്യാമ്പിങ്ങിന് പോകും. ഓക്കെ, ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുക. അത് ടോയ്ലറ്റ് ഒന്നും കാണില്ല, അറിയാലോ, പബ്ലിക് ടോയ്ലറ്റ് ആയിരിക്കും. ഞാൻ ഹിമാലയ പോയില്ലേ? പിന്നെ ഞാൻ ബാത്റൂം പോകാൻ ഞങ്ങളൊക്കെ പോയതുപോലെ അവിടെ ലേഡീസും ഉണ്ടായിരുന്നു, കണ്ടില്ല, ആന്റിമാരൊക്കെ ഉണ്ടായിരുന്നു. നാളെ ഒരു ദിവസം. ഓക്കെ, യു പ്രോമിസ്ഡ്. നാളെ അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് പ്രിയക്ക് കൊടുക്കുന്നതായിരിക്കും ഇൻ ധരംശാല. പ്രിയ, അപ്പോൾ കോഫി വിത്ത് ലവ് ഫ്രം ധരംശാല. ഓക്കെ, കാരണം നാളെ ക്യാമ്പിങ്ങിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ വാട്ടർമെലൺ മോഹിറ്റോ പറഞ്ഞു. ഇത് ഒരു കാട്ടി റോൾ, പ്രോപ്പർ കാട്ടി റോൾ കുറേ കാലം കഴിഞ്ഞ് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഭയങ്കര കൊതിയായി. അത് ഞാൻ ഓർഡർ ചെയ്തു, കാട്ടി റോള്. അതപ്പോൾ നമ്മൾ മോളിൽ നിന്ന് പോവാണ്. ടയേർഡാണ്, കാരണം ഇന്നലെ ഡ്രൈവ് കഴിഞ്ഞിപ്പോൾ ഫോർട്ടിൽ ഒരുപാട് നേരമൊക്കെ നടക്കേണ്ടി വന്നു. സോ വി ആർ വെരി ടയേർഡ്. അപ്പോൾ നാളെ വി ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ടിബറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അതാണ് നാളത്തെ പ്ലാൻ. അപ്പോൾ അത് കറക്റ്റ് 10 AM വരിക. കാരണം ടിബറ്റിയൻ ഫുഡ് കാണും, ടിബറ്റിയൻ ആർട്ടിഫാക്ട്സ് കാണും, ഷോപ്പിംഗ് കാണും, എല്ലാം ടിബറ്റിനെ ബന്ധപ്പെട്ടായിരിക്കും. ടിബറ്റിൻ്റെ കുറച്ച് ഹിസ്റ്ററി കാണും, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ നിങ്ങൾ ഒന്നും കൂടെ ഞങ്ങളുടെ 10 മണിക്ക് ജോയിൻ ചെയ്യുക. ആൻഡ് മറ്റേ സർപ്രൈസ് പറ്റുന്നാൾ പ്രിയയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്, അതും നിങ്ങൾ കാണുക. കാരണം ദില്ലു ഒരു ട്രിപ്പ് അവസാനിക്കുക, ഒരു സർപ്രൈസ് ഇല്ലാതെ അവസാനിപ്പിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ നാളെ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഫ്ലൈങ് കിസ് കൊടുത്തില്ല. ഓക്കെ, പോയിക്കോ, അമ്മയുടെ അടുത്ത് പോയിക്കോ.